അതെ അതെ, ഇത് നമ്മുടെ മസാലക്കൂട്ടുകളൊക്കെയാണ്. ഇങ്ങനെ ഇത്രയും മസാലക്കൂട്ടുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ 128 വെറൈറ്റിയുടെ ദോശ തുടങ്ങുന്നത്. എല്ലാം ഉണ്ട്. ഇതിൽ തമ്മിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് നമ്മളിങ്ങനെ പനീർ മട്ടർ, പനീർ മഷ്റൂം പനീർ അങ്ങനെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് പല ദോശകൾ വരുന്നത്. ഇത് പ്രഭാകരൻ ഞങ്ങളുടെ കുക്കാണ്, ദോശ കുക്കാണ്, ഭയങ്കര എക്സ്പെർട്ട് ആളാണ്. നമുക്ക് ദോശ സ്റ്റാർട്ട് ചെയ്യാം. അതെ, വലിയ കിണ്ണത്തിൽ തന്നെ എന്താ പറയാ മാവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഇങ്ങനെ അപ്പോഴപ്പോഴായിട്ട് ഇങ്ങനെ നിറച്ച് വെച്ചുകൊണ്ടിരിക്കും. ചേട്ടന് എത്ര വർഷമായി ദോശ ഫീൽഡ്? ഇങ്ങനെ 18 വർഷമായിട്ട് ദോശ തന്നെയാണോ നീ? ഇതൊരു ചെറിയ ദോശയും ചൈനീസും അല്ലേ? ദോശ നല്ല റൗണ്ടില്. ഇത് ഞങ്ങളുടെ സ്പെഷ്യൽ dosas.com സ്പെഷ്യൽ സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറയും. സോൾട്ട് ആൻഡ് പെപ്പർ, ഉപ്പും കുരുമുളകും അല്ല, അത് അങ്ങനെ ഒരു തമാശ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഞങ്ങളുടെ തുടക്കത്തിൽ. എല്ലാം ഇങ്ങനെ നമ്മുടെ കുക്കിനെ ഇങ്ങനെ പഠിപ്പിച്ച് വന്നപ്പോ ഇത് ഞാൻ എന്തോ പറഞ്ഞു കൊടുത്തില്ല. സോൾട്ട് ആൻഡ് പെപ്പർ, പുള്ളി നന്നായിട്ട് സോൾട്ട് വിട്ട് പെപ്പർ വിട്ട് ദോശ കുറേ ദിവസം ഞങ്ങൾ അത് പറഞ്ഞിങ്ങനെ ചിരിക്കുമായിരുന്നു. ഇത് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ dosas.com ഇതൊരു ചട്നിയാണ്. ഇത് ഞങ്ങളിങ്ങനെ സ്പെഷ്യലായിട്ട് നല്ല ഉള്ളിയൊക്കെ ചേർത്ത് അരച്ചുണ്ടാക്കണേ. ഒരു ഉള്ളി വറുത്തിട്ട് സവാള വഴറ്റി അതില് ഒരുപാട് മറ്റേ പുതിനയില, മല്ലിയില എല്ലാം ചേർത്ത് അങ്ങനെ അരച്ചെടുക്കുന്ന ഒരു ചട്നിയാണ്. ഇതിപ്പോ നമ്മൾ ഈ ഇങ്ങനെ ചുറ്റിലും ഇങ്ങനെ തേക്കുമ്പോൾ ദോശ ഇങ്ങനെ ഉണങ്ങി വരില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണം. അപ്പൊ എല്ലാവരും ഒരേ ടേസ്റ്റ്, ഇത് മുരിഞ്ഞു പോകും. ഇതതുപോലെ ഒരു മസാല, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മസാലയല്ലേ, മസാല ദോശയ്ക്ക് വേണ്ടിയിട്ടുണ്ടാകും. അതുപോലത്തെ നന്നായിട്ട് ഗ്രീൻ പീസും നട്ട്സും ഈ പിന്നെ കപ്പലണ്ടി, കടല അതെല്ലാം കൂടെ അരച്ച് ചേർത്തിട്ട് ഒരു സ്പെഷ്യൽ മസാലയാണ്. ഗ്രീൻ പീസ് ഉരുളക്കിഴങ്ങ്, കോളിഫ്ലവർ, ക്യാരറ്റ്, ബീട്രൂട്ട് സർവ്വ സാധനങ്ങളും കാണും ഇതില്. അങ്ങനത്തെ ഒരു മസാലയാണിത്. അപ്പൊ അത് ഇതിലിങ്ങനെ നന്നായിട്ട് ഭയങ്കര ടേസ്റ്റ് വരും. അതെല്ലാം കൂടെ അരച്ചു ചേർത്തു. ഇനി ഇത് നമ്മുടെ ദോശയുടെ മുളക് പൊടിയില്ലേ, അതുപോലെ ഇരിക്കും. പക്ഷെ ആ മുളക് പൊടിയല്ല, ദോശയുടെ ചട്നി അതുപോലെ തന്നെയാണ്. പക്ഷെ കുറച്ച് അത്ര എരിവൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതെല്ലാം നമ്മൾ ഉഴുന്നും പരിപ്പും അരി ഒക്കെ കൂടെ അതെ ഉലുവയല്ല, ഉഴുന്ന് പരിപ്പും പിന്നെ കുറെ സാധനങ്ങളുണ്ട്. ഇതിങ്ങനെ സെന്ററിൽ നിന്ന് വിട്ടിട്ടാണ്. തീർന്നില്ലല്ലോ, ഇനിയുണ്ടല്ലേ? കോഴിമുട്ട അങ്ങ് ഇതിപ്പോ ബുൾസൈ പോലെയാണ്. ഇനിയിപ്പോ നമ്മള് ഇതിന്റെ പുറത്ത് നമ്മളെ ബുൾസൈ പോലെ നമ്മളെ ഇച്ചിരി പെപ്പർ ഇത്രേ വരണുള്ളൂ ഇതില് പെപ്പറിന്റെ ഭാഗം. കാരണം എരിവും പുളിയും ഉപ്പും എല്ലാം ഉള്ള ഒരു ടേസ്റ്റ് ആ ദോശയ്ക്ക്. പിന്നെ അതിൽ നമുക്ക് കുറച്ച് ആ ബുൾസൈക്ക് നമ്മൾ ഉപയോഗിക്കൂലേ, അത്രയും മാത്രം ഒരു ഉപ്പ് കൊടുക്കണം. പിന്നെ ഇച്ചിരി പുതിനയില. നല്ല ഡ്രൈ ദോശ ആയിരിക്കുമല്ലോ. അതെ. ഇനിയിപ്പം നമ്മൾ പതുക്കെ കണ്ടോ അതിന്റെ കളർ കണ്ടോ? മറ്റേ കരിഞ്ഞും പോയിട്ടില്ല. ഇല്ല ഇത്ര നേരം നമ്മള് ദോശക്കെല്ലാം ഇങ്ങനെ വെച്ചോണ്ടിരുന്ന എന്നിട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുമ്പോൾ ആ ദോശ വേവും. കാരണം ചിലർക്ക് ഒന്ന് വെന്ത് കിട്ടണമെന്ന് പറയേ. എന്നിട്ട് ഇതിനെ സൂക്ഷിച്ച് ഈ വശത്തോട്ട് ഒന്ന് മറിച്ചിട്ട് അപ്പം ആ ദോശയ്ക്കൊരു ഇത് വരും, അപ്പുറം ഒന്ന് വെന്ത് കിട്ടും. നമ്മളെ ആദ്യത്തെ സോൾട്ട് ആൻഡ് പെപ്പർ ദോശ. സോൾട്ട് ആൻഡ് പെപ്പർ ദോശ നല്ല 3 മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച്. അതിന്റെ കളർ കണ്ടോ? എന്തോ ഒരു നല്ല കളർ. ശരിയാ, നമ്മൾ ഇത്ര നേരം വെച്ചിട്ടും കരിഞ്ഞങ്ങ് പോയിട്ടില്ല. തുറന്നു കണ്ടല്ലേ, കഴിക്കുമ്പോ നോക്കാം. എന്തായാലും ഇത് മാറ്റി വെച്ചിട്ട് അടുത്ത സ്പെഷ്യൽ മസാല എന്തോ ചിക്കൻ മസാല. അത് ഇത് സോൾട്ട് ആൻഡ് പെപ്പർ പോലെ ഫേവറേറ്റ് ആണ്. അങ്ങ് ദൂരെ നിന്നൊക്കെ പിള്ളേര് സെറ്റ്, നിങ്ങളുടെയൊക്കെ എത്ര പ്രായമുള്ള പിള്ളേര് ഇങ്ങനെ വരും, 7-8 പേരായിട്ട് വന്നിട്ട് ചിക്കൻ മസാല. അതുപോലെ ഞങ്ങളുടെ ചിക്കൻ മസാല പുട്ടുണ്ട്. ചിക്കൻ മസാല പുട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പോകണതാണ്. അപ്പൊ നമുക്ക് ചിക്കൻ മസാല ദോശ നോക്കാം.
ചിക്കൻ മസാല ദോശ എടുത്ത് ചിക്കൻ. ഇനി ഇതിപ്പോൾ നമ്മളിനി ചെയ്യാൻ പോണത് ചിക്കൻ മസാല പുട്ടാണ്. എന്തൊക്കെയാ നമ്മൾ അപ്പോൾ അത് ഈ ഒണിയനിൽ നമ്മളിപ്പം ചിക്കന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചിക്കനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഒണിയൻ കൂട്ടുണ്ടാക്കൂലേ, സാധാരണ ഉള്ളിയൊക്കെ ചേർത്ത് ഒണിയൻ, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി എല്ലാം ചേർത്ത്. അപ്പോൾ അങ്ങനെ അത് ഉണ്ടാക്കി വെക്കും. അതിൽ നമ്മൾ പുഴുങ്ങിയിട്ട് പിന്നെ ബോൺലെസ് ചെയ്ത ചിക്കൻ അത് രണ്ടാമതൊന്ന് ഫ്രൈങ് പാനിൽ വെച്ചിട്ട് ഒന്ന് ഡ്രൈ ചെയ്തെടുക്കും. അപ്പോൾ അത് രണ്ടും കൂടെ മിക്സാണത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ദോശയിൽ നമ്മൾ കുറച്ച് കോക്കനട്ട് പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ ചട്നി, അതങ്ങനെ സ്പ്രെഡ് ചെയ്യും. ചട്നി ആവുമ്പോൾ അതിൻ്റെ ഈ അരികൊന്ന് അങ്ങനെ നേരത്തെ നമ്മുടെ ദോശ നല്ല ഭംഗിയായിരുന്നില്ലേ, അപ്പം അതുപോലെ ദോശ അങ്ങ് ഡ്രൈ ആയിട്ട് കരിഞ്ഞു പോകില്ല. ഇട്ടിട്ട് സാധാരണ നമ്മൾ മസാല ദോശയിലൊക്കെ എല്ലാ സ്ഥലത്തും ഈ സെൻറ്ററിൽ മസാല വെച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മളിത് ഇതിനെ ഇതിലിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ മസാലക്കൂട്ടൊക്കെ നേരത്തെ ഉണ്ടാക്കി വെക്കുമല്ലേ, അപ്പോൾ അതിന് ആ മസാലക്കൂട്ടിന് ഫുള്ളായിട്ട് നല്ല ഒരു ചൂട് കിട്ടും. പിന്നെ ദോശയുടെ ഏത് ഭാഗത്ത് അറിയാലോ, നമ്മളിപ്പോൾ ഒരു ദോശ വാങ്ങിച്ചിട്ട് 2 പേരായിട്ടൊക്കെ എടുക്കുമ്പോഴേ ചിലപ്പോൾ നടുക്ക് പോർഷൻ ഒരാൾക്ക് കിട്ടും, ഒരാൾക്ക് അതെന്തുണ്ടെങ്കിലും നമ്മള് നടുക്കാനുള്ള സംഭവം മസാല എന്ത് കൂട്ടിരുന്നത്. അപ്പൊ ഇതിൽ 3 പേരുണ്ടാവും, ഒരാൾ അപ്പുറത്തും ഒരാൾ ഇപ്പുറത്തും, നടുക്കുള്ളവർക്ക് മാത്രമല്ല. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെ കൂടെയാണിത്. അതല്ല ഐഡിയ, സ്പ്രെഡ് ചെയ്ത് ഇത് നല്ല ചൂട് കിട്ടും. ഞങ്ങൾക്ക് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുത്ത്. നോൺ വെജ് എല്ലാം ഈ ഷേപ്പ്, എഗ്ഗ് ഡബിൾ ആയിട്ട് മടക്കും. പിന്നെ അങ്ങനെ ഒരു ത്രികോണ ഒരു ട്രയാങ്കിൾ ഷേപ്പില് ചിക്കൻ മസാല ദോശ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുട്ടി സ്പെഷ്യൽ ചോക്കോ നട്ടി ദോശ ചെയ്യാം. അല്ലേ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എന്ത് കഴിച്ചത്? ചോക്കോ നട്ടി ഫ്രൂട്ടി ദോശ. ചോക്കോ നട്ടി ഫ്രൂട്ടി ദോശ. കുട്ടികളല്ല, വലിയവർ ഒരുപാട് കഴിക്കുന്നുണ്ട്. സ്വീറ്റ് ആയിരിക്കും. അതെ അതുകൊണ്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. എൻ്റെ ഒരു ബനാന ദോശയുണ്ട്, അതൊക്കെ ഇങ്ങനെ. നമ്മുടെ ദോശ ഇതായിട്ടുണ്ട്. എല്ലാത്തിനും നമ്മൾ കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇളകി കിട്ടൂല. ഇതിങ്ങനെ ആക്കുന്നത് ദോശയ്ക്ക് എല്ലായിടവും ഒരേപോലത്തെ കനം വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വടിച്ച് എല്ലായിടവും വരുന്നത്. സ്വല്പം നെയ്യ്, അതെ, കുട്ടികളുടേതായതുകൊണ്ട് നമ്മൾ അടുത്ത വേറെ സാധനം ചേർക്കുമ്പോൾ ഉണ്ട് സാധനങ്ങൾ. വലിയ കല്ലാണ്, 6 അടി നീളത്തിനുള്ള കല്ലാണ്. അപ്പം ഞങ്ങൾ എന്ത് പാടുപെടണം എന്നോർത്ത്. ഇത് ഈ ഷുഗർ ബോൾസ് ആണ്, നമുക്കിങ്ങനെ പല കളറില്. അപ്പം അതിങ്ങനെ എല്ലാ കളറും ഉണ്ട്. അടുത്ത് ട്യൂട്ടി ഫ്രൂട്ടിയും ഒന്ന് ജസ്റ്റ് ഒന്ന് ടോപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് സ്വീറ്റ് സാധനം. അതുപോലെ ഇത് ചോക്ലേറ്റ് ബോൾസ് ആണ്. ചോക്ലേറ്റ് ബോൾസ് ഇടുന്നുണ്ട്. ഇനി കുറച്ച് നട്ട്സ് ഇടാൻ പോകും. നട്ട്സ് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതാണ് നമ്മുടെ മെയിൻ സാധനം, ചോക്ലേറ്റ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ കുട്ടികളല്ല, വലിയവരും എല്ലാവരും വന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ അതങ്ങനെ ആയിട്ടുണ്ട്. അതിന്റെ ഷേപ്പ് മീൻസ് ഇത് തന്നെ നോക്കി. നമ്മുടെ വേഫേഴ്സിലൊക്കെ ചോക്ലേറ്റ് ഇങ്ങനെ പതിഞ്ഞിരിക്കൂലേ. അതെ. ഇനി നമ്മളത് ഒന്ന് കട്ട് ചെയ്ത് വെക്കുമല്ലോ, പിടിച്ചു കറക്റ്റ് വേഫേഴ്സ് ആയിട്ട് തന്നെ തോന്നണം. വേഫേഴ്സ് ക്രീമി ലെയർ ഒക്കെ വെച്ച് തന്നിട്ട് ഇങ്ങനെ. അപ്പൊ നമ്മുടെ കുട്ടികൾക്കും വലിയവർക്കുള്ള ദോശ, ചോക്കോ നട്ടി ഫ്രൂട്ടി ദോശ. അതുമായി വലിയവരൊക്കെ ഇഷ്ടംപോലെ കഴിക്കുന്നുണ്ടല്ലേ. എന്തായാലും നമുക്ക് ബാക്കി ഉറപ്പായിട്ട് കഴിക്കാം.